പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഷാവുൽ തക്കൻ. നമ്മുടെ ഒരു സുഹൃത്ത്, ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാലിഹ് തുറാബ് തങ്ങൾ പറഞ്ഞ ഒരു വിഷയം വളരെ കുറഞ്ഞ ഒരു സെക്കൻഡ് കാണിച്ചിട്ട് അതിനെ വളരെ നിശിതമായിട്ട് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു. അദ്ദേഹത്തിന് ചില സമയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സമീപനമുണ്ട്. അപ്പുറത്തെന്ത് പറഞ്ഞു, ഇപ്പുറത്തെന്ത് പറഞ്ഞു, അത് മൊത്തത്തിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അതൊന്നും കാണിക്കാനോ പറയാനോ ഇവർക്കും ആർക്കും ഉദ്ദേശമില്ല. ഇദ്ദേഹത്തെ പോലെ പല ആളുകളുണ്ട് കേട്ടോ. ഏതായാലും ഇരിക്കട്ടെ, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉമ്മനെ കൊണ്ട് ഒരുപാട് നിങ്ങൾ ഏത് ബുദ്ധിയുള്ളതെന്ന് ചിന്തിച്ചാൽ അറിയാം. പള്ളിയിലെ മുത്താലിമീങ്ങൾ ഒരു ഭാഗത്ത്, പള്ളിയിലെ ഖത്തീബ് മുദരിസ് ഒരു ഭാഗത്ത്, അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ ഉസ്താദുമാരും നാട്ടിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഓനോന്റെ അമ്മനെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഒരു വീട് കയറുന്നോട്ട് അന്യ ആണും പെണ്ണും നിന്നാൽ തന്നെ അവിടെ റഹ്മത്തിന്റെ മൽക്കുകൾ. നിന്നെ ഉമ്മ പ്രസവിച്ചല്ലേ, അല്ലാതെ തൂര ചോന്നല്ലോ കൂട്ടം പറയും. എന്നാലും ആദ്യം കേട്ടോ, ഉമ്മാനെ ഒഴിവാക്കിട്ട് നിന്നെയൊക്കെ ചേർത്ത് കിട്ടണം. ഈ എവിടെ നിന്നാ ഊളെ ഇത്രയ്ക്കും വലിയ ഊളുകളുണ്ട് ഈ ലോകത്ത്. വല്ലാത്ത ജാതി അല്ലേ അത്. പ്രായമായ വയ്യാത്ത ഒരു ഉമ്മാനെ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നു? അപ്പൊ നിന്നെ പൈസ അടുപ്പിക്കാൻ പറ്റില്ല നമുക്ക്. നീക്ക് ഏതാ ഊളെ, വല്ലാത്ത ജാതി അല്ലേ. എന്തായാലും റഹ്മത്തിന്റെ മരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ നിന്നെ പോലുള്ള ഹംസുകൾ എന്ത് പരിപാടി കൂടി ചെന്നോളും. ഞമ്മ പഠിക്കണം, ഇത് വാങ്ങിക്കണം. വല്ലാത്ത ജാതി കറിഞ്ഞിട്ട് നിന്നെ പരിസരത്ത് അടുപ്പിയുള്ളൂ ഹംസുകൾ. ഇതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പറയുന്നത്, നമ്മളെപ്പോലെയുള്ളവർ ഒരു വീട് വെക്കാൻ ഉദ്ദേശിച്ച് വീട് പണിത് അതിന്റെ ഉദ്ഘാടനത്തിന് ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ ക്ഷണിക്കും. ക്ഷണിച്ചതിന് ശേഷം അവിടെ ജനബാഹുല്യവും ആളുകളും ഒക്കെ കൂടി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു സദസ്സ് ഉമ്മാന്റെ കൂടെ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ദീന് പഠിച്ച, ഇസ്ലാം പഠിച്ച, അത് പറഞ്ഞു കൊടുക്കുന്ന, അത്ര ചിട്ടവട്ടത്തിൽ ജീവിക്കുന്ന പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ ഉള്ള ഒരു സദസ്സാകുമ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാട്ടോ പറയുന്നത്. മറ്റുള്ളവർ ഇതിൽ കയറി ഇടപെടാനോ കമൻസ് ഇടാനോ നിൽക്കേണ്ടതില്ല. അത്തരം ആശയവും കാര്യങ്ങളും ഒരു ജീവിതശൈലിയും പൈതൃകം കൊണ്ട് നടക്കാത്തവർക്ക് ഇത് ഒരിക്കലും ബാധകമല്ല. അതുകൊണ്ട് തന്നെ ദയവേത് നിങ്ങൾ അതിൽ കയറി തലയിട്ട് കമൻസ് ഇടേണ്ടതില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിനെ തിരുത്താൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ സ്ത്രീയും കാര്യങ്ങളും പുരുഷന്മാരും പണ്ഡിതന്മാരൊക്കെ യോജിച്ചുള്ള ഒരു അവസ്ഥയിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത്തരത്തിൽ ചെയ്യാതെ നിങ്ങൾ ഒന്നുകിൽ ആദ്യം ഉമ്മയെ കൊണ്ടുവരിക, വന്ന് ആ ഒരു കർമ്മം ചെയ്യിപ്പിക്കുക. എന്നിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സയ്യിദിനെയോ പണ്ഡിതനെയോ ഏതെങ്കിലും ഉസ്താദിനെയോ വിളിച്ച് അവർ ഒരു ബർക്കത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരെ വിളിച്ചതാണല്ലോ, അവരെ കൊണ്ടും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യിപ്പിക്കുക. എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഉമ്മാനെ കൊണ്ടുവരുന്നതിൽ എതിർപ്പുണ്ടായിട്ടില്ല. ഉമ്മ തന്നെയാണ് ചങ്കോളം തലേ സരസ് വരെ ഉമ്മ തന്നെയാണ്, അതിലപ്പുറമൊന്നുമില്ല. പക്ഷെ നിങ്ങളത് അവതരിപ്പിച്ച് സമൂഹമധ്യേ കാണിച്ചത് എന്താണെന്നറിയോ? ഉമ്മനെ കൊണ്ടുവരണ്ട, ഉമ്മനെ കൊണ്ടുവരാണ്ട് പിന്നെ ആരെ കൊണ്ടുവരണം? തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഉദ്ദേശിച്ചത് ഉമ്മയെ കൊണ്ടുവരുന്ന രീതിയാണ്, ഏത് ഇടത്തിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന്. കാരണം ഇപ്പം അതൊരു ട്രെൻഡ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഉമ്മനെയാണ് ഉമ്മാനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നതും ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നും ഉമ്മയാണ് എന്ന് ഏറ്റവും കൂടുതൽ മാതാവിനെ കുറിച്ച് ഈ മതം പറഞ്ഞതുപോലെ സന്ദേശമായിട്ടുള്ള മനോഹരമായിട്ടുള്ള സന്ദേശങ്ങൾ പറഞ്ഞത് വേറെ ആരെയാണ്? പിതാവിനെ കുറിച്ച്, സഹോദരിയെക്കുറിച്ച്, അങ്ങനെ ഏറ്റവും കൂടുതൽ ഔന്നത്യമുള്ള, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത സ്ത്രീകൾക്ക്, ഉമ്മയ്ക്ക്, മാതാവിന് പ്രാധാന്യം കൊടുത്ത ഒരു മതത്തിന്റെ വക്താക്കളാണ്. ആ മതം പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരും സയ്യിദന്മാരും കൂടിയാണ് അദ്ദേഹം. ആ മഹാനവറുകള് സാധാരണ ഒരു സയ്യിദിൽ നിന്ന് വ്യത്യസ്തം എന്ന് ചോദിച്ചാൽ മതം പഠിച്ച് പൂർണ്ണതയായിട്ട് ഇറങ്ങിയ ആളാണ്. അങ്ങനെ രണ്ട് ഇതാണ്, സയ്യിദാണ്, ആലിമാണ്, പണ്ഡിതനാണ്. അപ്പോൾ അവർ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല സംസാരിക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള ഈ വിവരം ഒരു 10 സെക്കൻഡ് 5 സെക്കൻഡ് ആ പറഞ്ഞതിന്റെ ഒരു ഏതെങ്കിലും ഒരു കണ്ടന്റ് മാത്രം എടുത്തുകൊണ്ടെന്ന് അടർത്തിയിട്ട് ഇവര് വളരെ മോശക്കാരാണ്. എന്തെല്ലാം പദപ്രയോഗങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വന്ന് പറയാം, ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ള എന്തോ ഒരു ഹിഡൻ അജണ്ടയാണ്. എന്നെ ആരും ചോദ്യം ചെയ്യില്ല. ഞങ്ങൾ വലിയ സാംസ്കാരിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ ചിന്താശേഷിയുള്ളവർ. ഞങ്ങളെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർ. പണ്ഡിതന്മാർക്ക് ഒരു ചുക്കും അറിയില്ല. എടോ ചങ്ങാതിമാരെ, നിങ്ങൾക്കാണ് ഒരു ചുക്കും അറിയാത്തത്. നിങ്ങൾ ദയവ് ചെയ്ത് അപ്പുറത്തെന്ത് പറഞ്ഞു ഇപ്പുറത്തെന്ത് പറഞ്ഞു ആ പറയാൻ ഉദ്ദേശിച്ചതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് മുഴുവനും നിങ്ങൾ കേൾപ്പിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനുണ്ടാവില്ല. ഒരു വീഡിയോ പോലും ചെയ്യാനുണ്ടാവില്ല. വെല്ലുവിളിക്കണം നിങ്ങളെ. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രയോഗങ്ങൾ എന്തെങ്കിലും അതിന്റെ അടർത്തിയെടുക്കണം നിങ്ങൾ. എന്നിട്ട് ഇതുപോലെയുള്ള യുക്തിവാദി, നിരീശ്വരവാദി, മതമുള്ളവനും മതമില്ലാത്തവനും കമ്മ്യൂണിസ്റ്റുകാരനും അല്ലാത്തവനും കുറെ ഉണ്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് കുറെ ആളുകളും ശാഖ അങ്ങനെ തുടങ്ങിയിട്ട് കുറെ ഉണ്ട്. ഇവർക്കൊക്കെയാണ് ഇതിന്റെ സൂക്കേടും തൊഴിലും. അപ്പൊ അതുകൊണ്ട് ദയവേത് നിങ്ങൾ ഈ അനാവശ്യമായിട്ടുള്ള ഈ റിയാക്ടിങ്, ഈ പണ്ഡിതന്മാരെ വെച്ചുള്ള കളി നിങ്ങൾ നിർത്തണം. ആ സയ്യിദ് അവർ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കണ്ടു നോക്കൂ. അങ്ങനെയാണെന്ന് ഓർമ്മയില്ല വീട് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആലിമീങ്ങളൊക്കെ കൂട്ടി, മുത്താലിമീങ്ങളൊക്കെ കൂട്ടി, നാട്ടിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയെടുത്ത് ഉമ്മനും കൂട്ടി വരണ അതിനെ പറ്റി പറഞ്ഞു. തനി ഹറാമാണത്. കാരണം അന്യ സ്ത്രീ പുരുഷ സമ്പർക്കം റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കൂല. അതാർക്കും അറിയാത്തതാ വിഷയം. അത് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ചോദിക്കുക, ഉസ്താദുമാർ അന്നം മുടങ്ങും വിചാരിച്ചിട്ടാണോ?
ഒക്കെ ഇങ്ങനത്തെ ഈ ചീഞ്ഞ കമന്റ് ഒക്കെ ആരാന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ നല്ല നല്ല സൗന്ദര്യങ്ങളും നീതി വ്യവസ്ഥകളും മുഴുവനും വഷളാക്കി ആരാന്ന് വെച്ചാൽ സാക്ഷാൽ വഹാബികളാണ്, അഥവാ മുജാഹിദും ജമാഅത്തും. ഇങ്ങനെ എഴുതുന്ന ആളുകൾ മുഴുവനും 99 അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ പിന്നെ അതിലപ്പുറം വിട്ട നിരീശ്വരവാദികൾ. ഉമ്മനെ കൊണ്ടുവന്ന ഉസ്താദുമാരെ മാറ്റം പറഞ്ഞു. എന്ത് ഉസ്താദുമാരെ ഈ ഉമ്മന്റെ ഈ ആരാന്റെ പേരെ പിടിക്കാൻ വേണ്ടി നടക്കുക? പക്ഷേ ഉസ്താദുമാരെയും അതുപോലെയുള്ള മഹാന്മാരൊക്കെ വിളിച്ചിട്ട് അവിടെ പിന്നെ വഷളാക്കുന്ന രൂപം ഒരിക്കലും പാടില്ല. അങ്ങനെ ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാണോ? ചെയ്യിപ്പിക്കണം. ഈ പറഞ്ഞ ആൾക്കാരൊന്നുമില്ല ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഈ ഹറാമായ കൂടിക്കലറുകൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താക്കാം? ആളുകളുടെ ഉമ്മനോട് ജാവി വാങ്ങി മന്ത്രിച്ചു കൊണ്ടുവരാൻ പറയാം, ബാപ്പനോട് ബിസ്മിൻ ചൊല്ലി ഉസ്താദിന്റെ കൈ കൊടുക്കാൻ പറയാം. ഇനി അതല്ലെങ്കിൽ ഒരു ദിവസം ആദ്യത്തെ തുറക്കൽ ആരും കാണാതെ ഉമ്മനെ കൊണ്ട് ബിസ്മിൻ ചൊല്ലി തുറപ്പിച്ചിട്ട് കയറുക, എന്നിട്ട് ഉമ്മനെ കൊണ്ട് ദ്വാരിപ്പിക്കുക. എന്നിട്ടോ പബ്ലിക്കായിട്ട് എല്ലാവരും കൂട്ടി നമ്മൾ പ്രത്യേക ദിവസമൊക്കെ നോക്കിയിട്ട് നമ്മൾ പബ്ലിക് എന്തായാലും നമ്മൾ വീട്ടിൽ കൂടുതൽ നടത്തുമ്പോൾ എങ്ങനെ പറഞ്ഞാലും ശരി നാട്ടുകാരൊക്കെ ഉണ്ടാവും.